മുകുന്ദേട്ടാ, ഞാൻ താഴെ കണ്ടിനു. കേറി വരൂന്ന് അമ്മ പറഞ്ഞു. സുജക്ക് സന്തോഷമായി. ഇതല്ല സതീശ, മാലയിട്ടാ. അടുത്ത മാസം പോണം. സൈസ ഞാൻ വിളമ്പിക്കും. എടുക്കാം. ബിരിയാണിയാ, ഞാൻ കഴിക്കൂലല്ലോ. അറിയപ്പാ, നാളെ ചോറല്ലേ? വാ. ചെല്ലി പോയിട്ട് ഫുഡിന്റെ കാര്യങ്ങളും നോക്ക്. എല്ലാത്തിനും ശ്രദ്ധ വേണം കേട്ടാ. ഇതാണോ വിളമ്പുന്നത്? അതെ. നിങ്ങളാരേനും? ഞാൻ സഖാവിൻ്റെ പുതിയ ഗൺമാനാ. ഓ, ഇത് സേഫ് ആണല്ലോ അല്ലേ? അതെ. അത് പ്രൊട്ടക്ഷൻ. ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യണമല്ലോ. നല്ല ബുദ്ധിയാന്നല്ല സാറേ. നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തുപോയില്ലേ ഇതിൽ വിഷം ഉണ്ടെങ്കിൽ? ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഇമാതിരി വർത്താനം പറയുന്നു. വിജയ്, ഇയാളെ ആളെ മോശമില്ലല്ലോ. നമ്മളെ കുറച്ച് ഗൺമാന്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ. വീട്ടിൽ പറഞ്ഞു മുന്നേട്ടം നമുക്ക് ആരാന്ന് എനിക്കറിയാം. ഇവിടുന്ന് വർത്താനം പറയുമ്പോൾ ആലോചിച്ച് പറയണം കേട്ടോ. എന്റെ ഫിറോസ് ഏടുന്ന കിട്ടിയ ആളാ. ചെല്ലി വിളിക്കുന്നുണ്ട്. ചെല്ലടോ. എന്റെ പേരെന്തെന്നാ പറഞ്ഞു? അയ്യപ്പദാസ്. അയ്യപ്പദാസെ, 19 വർഷമായിട്ട് ഈ മണ്ണി ചവിട്ടിയാ ഞാൻ നടക്കുന്നത്. പാർട്ടിക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും, പക്ഷെ എനക്കതില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത്. ആരാപ്പത്? സാറെന്താ അന്തം വിട്ടിക്കുന്നു? സാറ് വന്നേ, ഒരു കാര്യം പറയാണ്ട്. വാ സാറേ, ഒരത്യാവശ്യ കാര്യമാണ്. ഡ്യൂട്ടിയിലാണ്. ഓലക്കാണ് ഡ്യൂട്ടി. നിങ്ങൾക്ക് കാറ്റുണ്ടാ? അയാൾ ചോറ് കഴിച്ച് വരുമ്പോഴത്തേക്കും 2 അടിച്ചിട്ട് പോയിക്കോ. അയാൾ നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ കേട്ടിന്. മുകുന്ദൻ ഒതിർക്കല്ലാത്ത ചെറ്റ. ആ, ഓ മാത്രല്ല, ഓന്റെ പാർട്ടിക്കാരും. അല്ല, നിങ്ങള് എന്തെന്നാടെ വേറെ പാർട്ടിയായാലും ഈടെ പ്രവർത്തന സ്വാതന്ത്ര്യം ജീവിക്കണ്ടേ? അതുകൊണ്ട് സഖാവെങ്കിൽ സഖാവ്. വയസ്സേ 36. പാനൂരുകാരനായിട്ട് പെണ്ണും കിട്ടുന്നില്ല. കുരിപ്പ്. നിങ്ങൾക്ക് വേണ്ട? എന്റെ പൊന്നയ്യപ്പദാസെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല. ഇതെല്ലാം നേർച്ച കേസാ. ഏത് നിമിഷം തീരും. ഒരകലം പാലിച്ച് നടന്നു. കൊല്ലാൻ വരുന്നവൻ പോലീസാണോ ഗവൺമെന്റാണോ നോക്കൂല. ഏടുന്നു എപ്പോഴും എന്തു സംഭവിക്കാം. ചിലപ്പോ ഇപ്പോ ഈ കല്യാണം വിട്ടുന്നായിരിക്കും പെട്ടെന്നൊരു ബോംബ്. ഇയാൾ ആരെന്ന് നീ വിചാരിച്ചേ? 90 മുതലേ എതിർ പാർട്ടിക്കാർ ലിസ്റ്റിലെ ആദ്യത്തെ പേര് ഇയാൾതാ. പന്ന്യന്നൂർ മുകുന്ദൻ. ഇതുവരെ ഇയാളൊരു ബുദ്ധി കേന്ദ്രനു, പക്ഷെ ഇപ്പം പെട്ട്. ഏത്? നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. വിനോദ് വധക്കേസ് 2-3 കൊല്ലം മുമ്പ് തെയ്യം നടക്കുമ്പോൾ തീർത്ത് കളഞ്ഞില്ലേ? അതിൽ 9ാം പ്രതി അയാൾ. അവരുടെ പാർട്ടിയുടെ ശക്തിയാണ് വിനോദ്. അപ്പൊ അവര് വെറുതെ വിടുമോ? നാളെ അതിന്റെ സാക്ഷി വിസ്താരം തുടങ്ങുന്ന. സൂക്ഷിച്ചോ.